കേരളത്തിന്റെ പുതുതലമുറ ക്രിക്കറ്റ് ലീഗായ KCL T20 പഴയ തലമുറ താരങ്ങളുടെ സംഗമവേദി കൂടിയാണ്. കേരള ക്രിക്കറ്റിൽ തലയെടുപ്പുള്ള പല പേരുകളും ഇന്ന് KCLന്റെ സംഘാടനത്തിലും നടത്തിപ്പിലും കാണാം. 90കളിൽ കേരള ക്രിക്കറ്റിന്റെ കരുത്തിന്റെ പ്രതീകമായ അജയ് കുടുവയും മുൻ കേരള നായകൻ VA ജഗദീഷും മീഡിയ1-നൊപ്പം ചേരുന്നു. കേരള ക്രിക്കറ്റിന്റെ നാട്ടംഗം KCL തുടങ്ങുമ്പോൾ നമ്മൾ ഓർത്തുവെക്കുന്ന ചില പേരുകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കേരള ക്രിക്കറ്റിന്റെ പെരുമ അതേപടി നിലനിർത്തിയ ആളുകൾ, നമുക്ക് മറക്കാൻ പറ്റാത്ത പേരുകൾ. എനിക്കൊപ്പം 2 പേർ ചേരുകയാണ്. ശ്രീ അജയ് കുടുവ, ഞാൻ ഈ പറഞ്ഞു തന്നെയാണ്, നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ നിരന്തരം കാണുന്ന പേരുകളിൽ ഒന്നാണ്. ഈ പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു KCLനെ നമ്മൾ കാണുന്നത്? ആക്ച്വലി ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ അത് കാണുന്നത്. ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ലാസ്റ്റ് ഇയർ ഹാസ് ബീൻ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ്. ബിക്കോസ് കേരള രഞ്ജി ട്രോഫി ഫൈനലിലെത്തുന്നു, ജസ്റ്റ് മിസ് ചെയ്തു, ബട്ട് റീച്ചിങ് ദ ഫൈനൽ ഇറ്റ് സെൽഫ് ഇസ് എ ഹ്യൂജ് തിങ്. സോ ഓൾ ഐ തിങ്ക് ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. നമുക്ക് സ്പോർട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. സോ അലോങ് വിത്ത് ഗ്രൗണ്ട്സ് ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന I think KCA has a big role to play in what has happened in today's cricket. Okay, ഞാൻ ഒന്നുകൂടി വരും. ശ്രീ ജഗദീഷ് ഇത്തവണ കമന്റേറ്ററുടെ റോളിലാണ്. മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ജഗദീഷ് സുപരിചിതനാവുന്നത് അദ്ദേഹത്തിന്റെ മലയാളത്തിലുള്ള കമന്ററിയാണ്. മധുരമുള്ള ശബ്ദത്തിൽ കളിയെക്കുറിച്ച് മനോഹരമായി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പം എങ്ങനെയാണ്, ഒപ്പം കളിച്ച ആളുകളുണ്ട്, ഒപ്പം നടന്ന ആളുകളുണ്ട്, അത് പിച്ചിനകത്തുണ്ട്, പുറത്തുണ്ട്. തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. കഴിഞ്ഞ സീസണാണ് കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വലിയ ഒരു ഇനീഷ്യേറ്റീവാണ് കേരളത്തിലെ ക്രിക്കറ്റേഴ്സിന് വേണ്ടി തുടങ്ങിയ ഒരു ലീഗ്. പക്ഷേ അതിൽ നമ്മുടെ ക്രിക്കറ്റേഴ്സിനെ കുറിച്ച് പറയാനും കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറയാനൊക്കെ വലിയ സന്തോഷമാണ് നമുക്ക്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കേരള ക്രിക്കറ്റ് ലീഗ് വരുമ്പോഴത്തേന് 6 ടീമുകളാണ്, 6 വലിയ ഫ്രാഞ്ചൈസിയാണ്. ആ ടീം എടുത്ത ഓണേഴ്സിനെ നമുക്കൊരു ബിഗ് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. അവർ ഓണേഴ്സ് കാരണം വലിയ ഒരു പ്രൊഫഷണലിസം എനിക്ക് തോന്നുന്നു കേരള ക്രിക്കറ്റിലേക്ക് വന്നു. ഒരു വലിയൊരു വിഷനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ. എങ്ങനെ പതിയെ അത് പോയിട്ടാണ് നമ്മൾ കഴിഞ്ഞ സീസൺ നമ്മൾ രഞ്ജി ട്രോഫി ഫൈനലിൽ എത്തുന്നു. അതാണ് ഇന്ത്യയിൽ തന്നെ 2ാമത്തെ ടീമാണ്. പക്ഷെ ഒരു മാച്ച് പോലും തോൽക്കാതെ ഇവിടെ എത്തുകയാണ്. ഫൈനലിൽ തന്നെ ലീഡ് പോയിട്ട് ജയിച്ചതാണ്. ഒരു പക്ഷേ സച്ചിൻ ബേബിയുടെയൊക്കെ ആ ഒരു ഔട്ട് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു കപ്പ് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഫീൽഡ് നിന്നതാണ്. അത്രയും നിലയിലേക്ക് എത്തിയത് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ വലിയ ഒരു എഫർട്ട് തന്നെയാണ്. ആ ഇൻഫ്രാസ്ട്രക്ചറാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ശ്രീ അജയ് കുടുവയോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പഴയ കളി പുതിയ കളി എന്നൊന്നുമില്ല ക്രിക്കറ്റ്, അല്ലേ? പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേര് ഞങ്ങൾ പഴയ എന്താ പറയുക, അജയ് ജഡേജ, റോബിൻ സിംഗ് ഒക്കെ പോലെ, അല്ല അതിന് മുൻപ് ഈ പേരങ്ങ് പതിഞ്ഞു പോയതാണെന്നേ ഈ പേര്. അപ്പം അന്നത്തെ കാലത്തുനിന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു യാത്ര, അത് മാത്രം ഒന്ന് പറയാമല്ലോ. ഹ്യൂജ് ഡിഫറൻസ് ആണ്. ആക്ച്വലി സ്പീക്കിംഗ്, ആ ഒരു ഇരയും ഇതും ഈ ഇര കനോട്ട് ബി എന്താ പറയുന്ന നമുക്കൊരു ബാലൻസ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇന്നത്തെ കാലത്ത് ദി എമൗണ്ട് ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് ദി ഓപ്പർച്യൂണിറ്റീസ് ആർ ഗെറ്റ് ഇസ് ഹ്യൂജ്. സോ ടുഡേ യു ക്യാൻ ടേക്ക് ഒരു ക്രിക്കറ്റ് പ്രൊഫഷനായിട്ട് എടുക്കാം. When we played, it was just out of passion, which so happened അത് നമ്മുടെ ഒരു പ്രൊഫഷനായി മാറി. തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണ് കേരള ക്രിക്കറ്റ് ലീഗ് ഇത് 2ാം സീസൺ അവസാനിപ്പിക്കുമ്പോഴും കേരളത്തിന്റെ ഒരു അടയാളം ഉണ്ടാകും. പുതിയ താരങ്ങൾ പിറവിയെടുക്കും എന്നാണ് അജയ് കുടുവയും ഈ ജഗദീഷും നമ്മളോട് പറയുന്നത്. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പൊല്ലൂർ, മീഡിയ1.